ഞാൻ കേരള PSCയുടെ 2 പരീക്ഷകളിൽ ക്വാളിഫൈ ചെയ്ത് 2 ജോലികളിൽ സർവീസിലിരുന്നയാളാണ്. KSRTCയിലൊരു LD ക്ലർക്കായിട്ട് ജോലിയിൽ പ്രവേശിക്കുകയും പഴയ സെയിൽസ് ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇപ്പോൾ അതിൻ്റെ പേര് GST ഡിപ്പാർട്ട്മെൻറ്റ് എന്നാണ്, അവിടെ അസിസ്റ്റൻറ്റ് കമ്മീഷണർ തസ്തികയിൽ റിട്ടയർ ചെയ്യുകയും ചെയ്ത ആളാണ്. എൻ്റെ പേര് ശശിധരൻ പിള്ള, സ്ഥലം കരുനാഗപ്പള്ളി. അപ്പോൾ ഞാനൊക്കെ ഈ പരീക്ഷ യഥാർത്ഥത്തിൽ ആദ്യത്തെ എൻ്റെ PSC എക്സാമിനേഷൻ ഞാൻ ഡിഗ്രിക്ക് ഫൈനൽ ഇയർ പഠിക്കുമ്പോഴാണ്. അന്ന് ഒരു സാറ്റർഡേയിൽ എൻ്റെ പ്രൊഫസർ ഫിക്സ് ചെയ്തിരുന്ന ഒരു സ്പെഷ്യൽ ക്ലാസ്, എക്സ്ട്രാ ക്ലാസ് എന്ന് പറയും, അത് കട്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടി പോയി ആ ടെസ്റ്റ് എഴുതുകയാണ് ഉണ്ടായത്. നെക്സ്റ്റ് മൺഡേയിൽ വന്നപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ടെസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു. അതിന് മറുപടി ഞാൻ പറഞ്ഞത് എനിക്കത് കിട്ടുമെന്നാണ്, ടെസ്റ്റ് നന്നായിരുന്നു എന്നല്ല പറഞ്ഞത്. അങ്ങനെ KSRTC ക്ലർക്കായിട്ട് കയറിയിട്ട് 17 കൊല്ലത്തോളം അവിടെ വിവിധ തസ്തികകളിലായിട്ട് ജോലി ചെയ്തു. തുടർന്ന് വീണ്ടും ഒരു PSCയുടെ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യും, അതിൽ ക്വാളിഫൈ ചെയ്യുകയും ചെയ്തിട്ട് സെയിൽസ് ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ സെയിൽസ് ടാക്സ് ഓഫീസർ പോസ്റ്റിലേക്ക് നിയമനം ലഭിച്ചു. അവിടെയും സെയിൽസ് ടാക്സ് ഓഫീസർ പോസ്റ്റിലും അസിസ്റ്റൻറ്റ് കമ്മീഷണർ തസ്തികയിലും വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്തിട്ട് 2012 റിട്ടയർ ചെയ്തു. ഇപ്പോൾ 13 വർഷം തികയാൻ പോകുന്നു. ഇതാണ് എൻ്റെ സർവീസിൻ്റെ ഒരു പശ്ചാത്തലം. പൊതുവിൽ ഈ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഗവൺമെൻറ് സർവീസ് എനിക്ക് തന്ന ഒരു അഡ്രസ്സുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളുടെ കുടുംബം കഴിഞ്ഞാൽ, വീട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ചിലവാക്കുന്നത് നമ്മളുടെ ജോലി സ്ഥലത്താണ്. ഏറ്റവും കൂടുതൽ ആളുകളുമായിട്ട് നമ്മൾ ഇടപഴകുന്നതും ജോലി സ്ഥലത്താണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ കാലയളവിൽ നമുക്ക് പുതിയൊരു അഡ്രസ്സ് കിട്ടുകയാണ്. ഇന്ന വീട്ടിൽ ഇന്നാരുടെ മകൻ ഇന്നയാൾ എന്നുള്ള ആ അഡ്രസ്സൊക്കെ മാറിയിട്ട് KSRTCയിൽ ജോലി ചെയ്യുന്ന ഇന്നയാളിൻ്റെ വീട് ഏതാണ്, നമ്മുടെ വീട് അന്വേഷിച്ച് വരുമ്പോൾ ഈ KSRTCയിലെ ഇന്നയാളുടെ വീട് ഏതാണെന്നാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ സെയിൽസ് ടാക്സിലെ ഇന്നയാളിൻ്റെ വീട് ഏത്. അപ്പോൾ ഒഫീഷ്യൽ അഡ്രസ്സ് നമ്മുടെ ഒരു പോസ്റ്റൽ അഡ്രസ്സായി മാറുന്ന, ഒരു കുടുംബ അഡ്രസ്സായി മാറുന്ന ഒരു സാഹചര്യം ഗവൺമെൻറ് സർവീസിൽ ഇരിക്കുന്നവർക്കുണ്ട്. പിന്നീട് സർവീസിൻ്റെ നിന്ന് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകളെക്കുറിച്ചും ആ സർവീസിൽ നിന്ന് കിട്ടുന്ന സാമ്പത്തിക ഉപയോഗിച്ച് നമ്മളൊരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിനെ സംബന്ധിച്ചുമാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് വേറൊരു വരുമാനവും ഉണ്ടായിരുന്ന ഒരാളല്ല. ജോലി കിട്ടിയതിന് ശേഷമാണ് സ്വന്തമായിട്ട് വരുമാനം തുടങ്ങുന്നത്. എൻ്റെ നാളിതുവരെയുള്ള ജീവിതം, നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ഈ വീടടക്കം എൻ്റെ ജോലിയിൽ നിന്ന് എനിക്ക് കിട്ടിയ വരുമാനത്തിൽ നിന്ന് ഞാൻ സ്വരൂപിച്ചെടുത്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസം, എൻ്റെ മുഴുവൻ ജീവിതവും ഈ 2 ജോലിയെ ആശ്രയിച്ച് ഞാൻ രൂപപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇത്രയുമാണ് പൊതുവിൽ എൻ്റെ ജോലിയെ സംബന്ധിച്ച് പറയാനുള്ളത്. വസ്തുതാപരമായിട്ട് പറഞ്ഞാൽ, ഈ കേരളമെന്ന് പറയുന്ന സംസ്ഥാനത്ത് ഗവൺമെൻറ് ജോലിക്ക് ഒരു പ്രത്യേക അംഗീകാരമുണ്ട്. അത് ഗവൺമെൻറ്റിലെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാകട്ടെ, ഏത് പോസ്റ്റിലാവട്ടെ, ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏത് പ്രദേശത്തായാലും, ഗ്രാമപ്രദേശത്തായാലും ടൗണിലായാലും സിറ്റികളിലായാലും എവിടെയായാലും അയാൾ ജീവിക്കുന്ന സമൂഹത്തിൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥനൊരു പ്രത്യേക വിലയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അത് മറ്റൊരാൾക്കും അത് കിട്ടില്ല. പുറത്ത് അയാളുടെ 4 ഇരട്ടി സാലറി വാങ്ങിക്കുന്ന ഒരാൾ മറ്റൊരിടത്ത് ജോലി ചെയ്യുന്നുണ്ടാവും. ഗൾഫിലും അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ പോയി ഇതിൻ്റെ അനേക മടങ്ങ് വരുമാനം ഉണ്ടാക്കുന്ന ആളുകളാണ്. പക്ഷേ അവർക്കാർക്കും കിട്ടാത്ത ഒരു അംഗീകാരം സമൂഹത്തിൽ ഒരു ഗവൺമെൻറ് സർവീസിലുള്ള ഒരു പ്യൂണിന് പോലും ലഭിക്കും. അതാണ് ഗവൺമെൻറ് സർവീസിൻ്റെ ഒരു പ്രത്യേകത. 2, ഈ സ്ഥിരമായ ബ്രേക്കാകാത്ത ഒരു വരുമാനം. നമുക്കറിയാം, കോവിഡിൻ്റെ കാലത്ത് വിവിധ മേഖലകളിൽ പണിയെടുക്കുന്ന, ഈവൻ ആശുപത്രികളിൽ പോലും പണിയെടുക്കുന്ന ആൾക്കാർക്ക് പോലും ശമ്പളം മുടങ്ങി ജീവിതം വഴിമുട്ടി നിന്ന സാഹചര്യമുണ്ട്. പക്ഷേ കേരളത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കാര്യം എടുത്ത് നോക്കാം. അന്നും 1.5 കൊല്ലം ജോലിക്ക് പോകാതിരുന്നിട്ടും, അല്ലെങ്കിൽ ഇടവേളകളിൽ വർക്ക് അറ്റ് ഹോം എന്ന രൂപത്തിലൊക്കെ ചെയ്തിട്ടും പോലും അവർക്ക്
ഒരു പൈസ പോലും കുറയാതെ ഫുൾ സാലറി മുഴുവൻ ജീവനക്കാർക്കും കിട്ടിയിട്ടുണ്ട്. അത് ഒരു സർക്കാർ ജോലിയുള്ളൊരു ഗുണമായിട്ട് ഞാൻ ഇപ്പോഴത്തെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ആ ഒരു ആസ്പെക്റ്റും അവർ കണക്കിലെടുക്കണം. പൊതുവിൽ ഈ ഇത്തിരി സർക്കാർ സർവീസിനോട് ഇത്തിരി ആഭിമുഖ്യം കുറഞ്ഞൊരു കാലഘട്ടമാണിതെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങളൊക്കെ ഈ ജോലിക്ക് അപേക്ഷിക്കുകയും പരീക്ഷ എഴുതുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു കാര്യമായിരുന്നു ഒരു സർക്കാർ ജോലി എന്ന് പറയുന്നത്. അന്ന് ഈ പഴയ ആളുകൾ പറയും ശ്രീപത്മനാഭൻ്റെ 10 ചക്രം 4 കാശെന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു പ്രാധാന്യം ഇന്ന് അതേ അളവിൽ സർക്കാർ ജോലിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്, ഒരുപാട് കാരണങ്ങളുണ്ട്. ഈ സർക്കാർ ജോലിയിലേക്കുള്ള അട്രാക്ഷൻ കുറയാനുള്ള ഒരു കാരണം, ഒന്നാമത്തെ കാരണം അത് കരഗതമാകുന്നത് അത്ര ലളിതമായ ഒരു കാര്യമല്ല എന്നുള്ളതാണ്. അതുകൊണ്ടുകൂടിയാണ് ഒരു 100 വേക്കൻസിക്ക് നോട്ടിഫിക്കേഷൻ വന്നാൽ അതിന് അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം അതിൻ്റെ എത്രയോ മടങ്ങായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കോമ്പറ്റേറ്റീവ് ടെസ്റ്റിൽ പരീക്ഷ എഴുതി ഇതിന് ക്വാളിഫൈ ചെയ്ത് ഒരു സർക്കാർ ജോലി സമ്പാദിക്കുക എന്ന് പറയുന്നത് വളരെ ക്ലേശകരമായ ഒരു കാര്യമാണ്. ഇന്ന് ഞങ്ങളൊക്കെ പരീക്ഷ എഴുതുന്ന കാലത്ത് എഴുതുന്നതിൻ്റെ അനേക മടങ്ങ് കുട്ടികളാണ് ഇന്നൊരു പോസ്റ്റിലേക്ക് എഴുതുന്നത്. എന്നിരുന്നാൽ പോലും എനിക്ക് കുട്ടികളോട് പറയാനുള്ളത്, ഈ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ നമ്മൾ ജോലി ചെയ്യുന്നു, ഏത് നിമിഷത്തിലും പല കാരണങ്ങൾ കൊണ്ട്, വിവിധ കാരണങ്ങൾ കൊണ്ട് അതിന് സുരക്ഷിതത്വമില്ല, ജോബ് സെക്യൂരിറ്റി ഇല്ല. എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനം പൂട്ടിപ്പോകാം, ആ സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റിൽ പ്രശ്നങ്ങളുണ്ടായിട്ട് ആ ബിൽഡിംഗ് ബിസിനസ് അവരവസാനിപ്പിച്ചു എന്ന് വരാം. അതല്ലെങ്കിൽ പല പ്രശ്നങ്ങളുണ്ടാവാം, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവാം. അപ്പോൾ ഈ വെയിലായാലും വെള്ളപ്പൊക്കമായാലും വരൾച്ചയായാലും കോവിഡായാലും എന്തായാലും സാഹചര്യങ്ങളിൽ എന്തൊക്കെയായാലും, നാട്ടിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായാലും, പ്രതികൂല സാഹചര്യത്തിലും നമുക്ക് ഉറപ്പായിട്ടും വരുമാനം കൃത്യമായി കിട്ടുന്ന ഒരു സാഹചര്യം എൻ്റെ അഭിപ്രായത്തിൽ ഗവൺമെൻറ് സർവീസിൽ മാത്രമേ ഉള്ളൂ. മറ്റേതൊരു വമ്പൻ മുതലാളിയും അങ്ങനെ കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ ചെയ്യുന്നത് ബിസിനസ് ചെയ്ത് ലാഭം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീതം അവർ കൊടുക്കുന്നുള്ളതേ ഉള്ളൂ. ഗവൺമെൻറ് സർവീസ് അങ്ങനെയല്ല. കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ എനിക്ക് കുട്ടികളോട് വേറൊരു കാര്യം പറയാനുള്ളത്, ഈ ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലാണ് ഗവൺമെൻറ് ജോലിക്ക് ഒരു വലിയ അട്രാക്ഷനും ഈ എവിടെയും ഒരു ബഹുമാനവും ഒക്കെ കിട്ടുന്നൊരു സ്ഥലം. മറ്റ് സംസ്ഥാനങ്ങളിൽ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം താഴെ നിൽക്കുന്നത് കൊണ്ടാണോ എന്നറിയത്തില്ല, എന്തായാലും അവിടെ ഒന്നും ഈ ഇത്രയധികം ആളുകൾ ഗവൺമെൻറ് ജോലിക്ക് പോകുന്നില്ല. ആ സംസ്ഥാനങ്ങളിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ PSC റിക്രൂട്ട്മെൻറ്റ് ഈ ഇവിടുത്തെ തോതിൽ നടക്കുന്നതുമില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പത്രത്തിൽ വായിച്ചൊരു കണക്ക്, ഇന്ത്യയിൽ നടക്കുന്ന മുഴുവൻ പബ്ലിക് സർവീസ് കമ്മീഷൻ റിക്രൂട്ട്മെൻറ്റിലൂടെ ചേർത്ത് എല്ലാ സംസ്ഥാനങ്ങളിലെയും PSC റിക്രൂട്ട് ചെയ്യുന്ന അതിൻ്റെ എണ്ണം, ടോട്ടൽ എണ്ണം എടുത്താൽ അതിൻ്റെ 66% കേരള PSC ആണ് നടത്തുന്നുള്ളത്. അപ്പോൾ കേരളത്തിലെ കുട്ടികൾക്ക് ഇത് കിട്ടാനുള്ള ചാൻസുകൾ കൂടുതലുണ്ട്. റിട്ടയർമെൻറ്റ് വേക്കൻസികൾ ഫില്ല് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ഗവൺമെൻറ് ചെയ്യുന്നത്, കലാകാലങ്ങളിൽ വരുന്ന ഗവൺമെൻറ്റുകൾ നിരവധി പുതിയ പോസ്റ്റുകൾ സൃഷ്ടിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ അവസരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഗവൺമെൻറ് സർവീസിലേക്ക് കഴിയുന്നതും ഗവൺമെൻറ് സർവീസിലേക്ക് തന്നെ പോവുക എന്നുള്ളതാണ് എനിക്ക് അവർക്ക് കൊടുക്കാനുള്ളൊരു അഡ്വൈസ്. പിന്നെ ഈ മറ്റൊരു കാഴ്ചപ്പാടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഈ സന്തോഷ് ജോർജ് കുളങ്ങരയൊക്കെ ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം ലോകത്ത് എല്ലാ രാഷ്ട്രങ്ങളിലും സഞ്ചരിച്ചിട്ട് അവിടുത്തെ ജീവിത രീതികളും അവിടുത്തെ ആളുകളുടെ പിന്നെ തൊഴിൽ സംരംഭങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ ഈ വരുമാനത്തിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് ഉള്ളൊരു പരിമിതി, ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് ഫിക്സഡ് വരുമാനമേ ഉള്ളൂ. ഒരു ബിസിനസ് ചെയ്യുന്നയാൾക്ക് അങ്ങനെ ആവണമെന്നില്ല. അയാൾക്ക് ഓരോ മാസത്തെയും വരുമാനം പിന്നെ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ബിസിനസ് കൂടുന്നതിനനുസരിച്ച് ലാഭം കൂടും. അപ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ വരുമാനത്തിൻ്റെ അനേകം മടങ്ങ് വരുമാനം ഉണ്ടാക്കാൻ മറ്റു ജോലികളിലൂടെ ഒരു പക്ഷേ കഴിഞ്ഞെന്ന് വരും. എന്നിരുന്നാൽ പോലും ഒരു ജോലി സുരക്ഷിതത്വം, സാമ്പത്തിക സുരക്ഷിതത്വം അത് ഈ ഗവൺമെൻറ് സർവീസിനോളം മറ്റൊരിടത്തും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഗവൺമെൻറ് സർവീസിലേക്ക് വരിക, അതാണ് എനിക്ക് പറയാനുള്ളത്. യഥാർത്ഥത്തിൽ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഇപ്പം ഞങ്ങളൊക്കെ എൻ്റെയൊക്കെ പരീക്ഷാ കാലഘട്ടത്തിൽ, അതായത് PSC പരീക്ഷ എഴുതുന്ന സമയത്ത് ഈ പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷകൾക്ക് ഒരു കോച്ചിങ് സംവിധാനമേ ഉണ്ടായിരുന്നില്ല.
ഞങ്ങളെല്ലാം അന്ന് പക്ഷേ ഗൈഡുകൾ അവൈലബിളായിരുന്നു. അതാണ് അന്നുണ്ടായിരുന്നൊരു അവസ്ഥ. ഈ PSC ഗൈഡെന്ന് പറഞ്ഞിട്ട് പല ആളുകൾ എഴുതുന്ന ഗൈഡുകളും പല സ്ഥാപനങ്ങൾ ഇറക്കുന്ന ഗൈഡുകളും ഒക്കെ അന്നുണ്ടായിരുന്നു. ഈ ഗൈഡുകൾ വാങ്ങിച്ചു വെച്ച് വായിക്കും. അത് വാങ്ങിക്കാൻ പൈസയുള്ളവരും അതിന് സമയമുള്ളവരും അത് ചെയ്യും. ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ പോയി എഴുതിയിട്ടുള്ള ആളുകളുണ്ട്. ഞാനൊക്കെ വലിയ പ്രിപ്പറേഷനൊന്നും ഇല്ലാതൊക്കെ പോയാണ് എഴുതിയത്. പിന്നെ പെട്ടെന്ന് കുറേ വായിക്കുന്ന ശീലമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പൊതുവായ വായന ശക്തിപ്പെടുത്തുകയും ഒക്കെ ചെയ്താൽ കയറി പോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഞാൻ എൻ്റെ കാര്യം തന്നെ പറഞ്ഞല്ലോ, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഫൈനൽ ഇയറിലാണ് ഞാൻ പോയി എൻ്റെ ആദ്യത്തെ PSC പരീക്ഷ എഴുതുന്നത്. ആ ജോലി എനിക്ക് കിട്ടി. ഞാൻ ആകെ 2 PSC എക്സാമേ എഴുതിയിട്ടുള്ളൂ. ആ 2 ജോലി എനിക്ക് കിട്ടി. അപ്പോൾ പഠിക്കുന്ന കുട്ടിക്ക് പാരലായിട്ട്, ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് പാരലായിട്ട് ചെയ്യാവുന്നൊരു കാര്യമാണ് ഇതിനുള്ള പ്രിപ്പറേഷനും കൂടെ. അത് അത്ര വലിയ അസാധ്യമൊന്നുമല്ല. എന്താ കാരണമെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഈ +2 കഴിഞ്ഞിട്ട് ചങ്ങനാശ്ശേരിയിലും പാലായിലും ഒക്കെ പോയി ബ്രില്യൻസിലൊക്കെ ചേരുന്ന കുട്ടികൾ +2 ക്ലാസ്സിനൊപ്പം എൻട്രൻസിൻ്റെ കോച്ചിങ് കൊണ്ടാണ് നടത്തുന്നത് അവിടെ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഈ PSCയുടെ ഉള്ള പ്രിപ്പറേഷനും കൂടെ സമാന്തരമായിട്ട് നടത്താൻ കഴിയും. അതിന് യാതൊരു തടസ്സവും ഇല്ല. അത് വിജയകരമായിട്ട് അവർക്ക് ചെയ്യാൻ കഴിയുന്നൊരു കാര്യമാണ്. അങ്ങനെ ചെയ്താൽ എല്ലാവർക്കും സമയനഷ്ടം വരാതെ ഒരു ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ അഭിപ്രായം. പ്രൊമോഷൻ എന്ന് പറയുന്നത് സർവീസിൽ കയറിയതിന് ശേഷമുള്ള കാര്യമാണ്. അത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഓരോ തരത്തിലാണ് പ്രൊമോഷൻ്റെ സ്കോപ്പ്. അപ്പോൾ എൻ്റെ കാര്യം തന്നെ ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ, ഞാൻ KSRTCയിൽ LD ക്ലർക്കായിട്ടാണ് കയറുന്നത്. LD ക്ലർക്കായിട്ട് കയറി UD ക്ലർക്കായി, അതിനുശേഷം സെലക്ഷൻ ഗ്രേഡ് ക്ലർക്കായി. അവിടെ അന്ന് അങ്ങനൊരു ഹൈറാർക്കിയാണ് ഉണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം എനിക്ക് കിട്ടേണ്ടിയിരുന്നത് സ്പെഷ്യൽ ഗ്രേഡ് ക്ലർക്ക്, അക്കൗണ്ടൻറ്റ്, ജൂനിയർ സൂപ്രണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, അങ്ങനെയായിരുന്നു പോകേണ്ടിയിരുന്നത്. അപ്പോൾ ഈ സെലക്ഷൻ ഗ്രേഡ് ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുന്ന അവസരത്തിലാണ് ഞാനത് റിസൈൻ ചെയ്യുന്നത്. മറിച്ച് സെയിൽസ് ടാക്സിലെ കാര്യം എടുത്താൽ, സെയിൽസ് ടാക്സ് ഓഫീസർ തസ്തികയിൽ ഞാൻ എൻട്രി പോസ്റ്റ് കേഡർ അതായിരുന്നു. ഓഫീസറായിട്ട് കയറി 10 കൊല്ലം ഓഫീസറായിട്ട് വർക്ക് ചെയ്തു. പിന്നീട് അസിസ്റ്റന്റ് കമ്മീഷണറായിട്ട് പ്രൊമോഷനായി. 7 വർഷം അസിസ്റ്റന്റ് കമ്മീഷണറായിട്ട് ജോലി ചെയ്ത് റിട്ടയർ ചെയ്തു. അപ്പോൾ ഇത് ഈ എത്ര കാലത്തിനുള്ളിൽ പ്രൊമോഷൻ കിട്ടും, എത്ര പ്രൊമോഷൻ കിട്ടും എന്നൊക്കെ ഉള്ളത് നമ്മുടെ അത് ഡിപ്പാർട്ട്മെൻറ്റ് ടു ഡിപ്പാർട്ട്മെൻറ്റ് വ്യത്യാസപ്പെട്ടിരിക്കും. എന്ന് മാത്രമല്ല, ഓരോ ഇൻഡിവിജ്വലിനെ എടുത്താൽ അത് മറ്റു ചില ഘടകങ്ങളുടെയും കൂടെ അടിസ്ഥാനത്തിലാവും പ്രൊമോഷൻ്റെ. അത് ഒരു ചാൻസാണ്. അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന്, എനിക്ക് സെയിൽസ് ടാക്സ് ഓഫീസർ പോസ്റ്റിൽ 10 വർഷം ജോലി ചെയ്തതിന് ശേഷമാണ് AC അസിസ്റ്റന്റ് കമ്മീഷണറായിട്ട് പ്രൊമോഷൻ കിട്ടുന്നത്. പക്ഷേ ചിലർക്ക് 6 കൊല്ലം വർക്ക് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ളവരുണ്ട്. അത് ഈ ഉണ്ടാകുന്ന വേക്കൻസികൾ തുടങ്ങിയിട്ടുള്ള ഈ റിട്ടയർമെൻറ്റ് എത്രയുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യം, മുകളിൽ ഉണ്ടാകുന്ന ഹയർ ഗ്രേഡിൽ ഉണ്ടാകുന്ന നമ്മുടെ മുകളിലുള്ള കേഡറിൽ ഉണ്ടാകുന്ന വേക്കൻസികളുടെ എണ്ണത്തെയൊക്കെ ആശ്രയിച്ചിരിക്കും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഒരാളും എൻട്രി കേഡറിൽ റിട്ടയർ ചെയ്യുന്നില്ല. കയറുന്ന കേഡറിൽ ആരും റിട്ടയർ ചെയ്യുന്നില്ല. അത് പിന്നെ അതിന് മുകളിൽ 1, 2, 3, 4 ഒക്കെ പ്രൊമോഷൻ കിട്ടിയിട്ട് അവർക്ക് ഉയർന്ന പോസ്റ്റിൽ റിട്ടയർ ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഈ കഴിയാവുന്നത്ര കുട്ടികൾ നമ്മുടെ നാട്ടിൽ, ഇതിനൊരു പ്രത്യേകതയുള്ളത്, ഈ കേരള ഗവൺമെൻറ് സർവീസ് ആണെങ്കിൽ നമുക്ക് കേരളത്തിൽ തന്നെ ജോലി ചെയ്യാം എവിടെ ആയാലും. അത് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, കേരളത്തിൽ തന്നെ ജോലി ചെയ്യാം. ഏതെങ്കിലുമൊക്കെ ഡിസ്ട്രിക്റ്റുകൾ ഇത്തിരി ദൂരെ പോകേണ്ടി വന്നാൽ അതിൻ്റെ ഒരു പീരീഡ് കഴിയുമ്പോൾ തിരിച്ചു വരാം. മറിച്ച് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെയോ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെയോ ടെസ്റ്റ് എഴുതിയിട്ട് ഒരു ജോലി, സെൻട്രൽ ഗവൺമെൻറ് ഒരു ജോലിയാണ് കിട്ടുന്നതെങ്കിൽ സ്റ്റേറ്റ് വിട്ട് പോകാം. അപ്പോഴും നമുക്ക് രാജ്യത്തിനകത്ത് വർക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഈ കോടികൾ സമ്പാദിക്കാൻ കഴിയുന്ന ആളുകൾ കാനഡയിൽ പോയി, ഓസ്ട്രേലിയയിൽ പോയി, ഇംഗ്ലണ്ടിൽ പോയി കോടികൾ ഉണ്ടാക്കുന്നു. അവരുടെയൊക്കെ മുമ്പിൽ നമുക്ക് കിട്ടുന്ന ഈ വരുമാനം വളരെ തുച്ഛം, അവർ ചായ കുടിക്കുന്ന കാശുകളെന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ അവരുടെയൊക്കെ ജീവിതത്തെ സംബന്ധിച്ചും കൂടെ നമ്മളൊന്ന് ആലോചിക്കണം. വീട്ടിൽ വൃദ്ധരായ മാതാപിതാക്കൾ കാണും. അവരെ അവിടെ ഇരുന്നുകൊണ്ട് ക്യാമറയിലാണ് കാണുന്നത്. 4 5 വർഷം കഴിയുമ്പോൾ ഒരിക്കൽ മാത്രം വീട്ടിൽ വരാൻ കഴിയുക. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജും കൂടെ നമ്മൾ കാണണം. കണ്ടിട്ട് ഈ പിന്നെ സമാധാനപൂർണമായ നാടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ജീവിതം, ഒരു കുടുംബജീവിതത്തിന് ഏറ്റവും സൗകര്യം നമ്മുടെ ഗവൺമെൻറ് സർവീസിൽ, അത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആവട്ടെ സെൻട്രൽ ഗവൺമെൻറ് ആവട്ടെ ജോലി ചെയ്യുന്നതാണ്. അവിടെ അതിൻ്റെ ഒരു ഇതുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് പുതിയ കുട്ടികളോട് പറയാനുള്ളത്, ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുക.
ഇപ്പോൾ ഓരോ വർഷവും ധാരാളം വേക്കൻസികൾ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും 2025 ഇപ്പോൾ ജൂൺ മാസമായി. അപ്പോൾ ഇപ്പോൾ ഇനി വരുന്ന വേക്കൻസികളിലേക്ക് നിങ്ങൾ പരിശ്രമിക്കുക. അതിന് നിങ്ങളെ സഹായിക്കാൻ ധാരാളം കോച്ചിങ് സെൻറ്ററുകളും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. ഇതൊരു ഗവൺമെൻറ് ജോലി എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.